മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മാറ്റാം എന്നതിൻ്റെ ലൈവ് റിസൾട്ട് ആണ് ഇവിടെ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 20 മിനിറ്റ് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ വരുന്ന പിഗ്മെന്റേഷൻ സൺടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരു ഫേഷ്യൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് വീട്ടിൽ തന്നെ. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചധികം നാളായി നമ്മൾ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കല്യാണത്തിരക്കും വീട്ടിൽ കുറച്ച് പണിയും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ വർക്കും എല്ലാം കൂടെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു. സോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ഫേഷ്യൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. നമ്മുടെ ഫേസിൽ വരുന്ന ആ ഒരു എക്സ്ട്രാ ഓയിൽനെസ്സും പിമ്പിൾസും ഡൾനെസ് സൺടാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോക്കി നമ്മുടെ സ്കിൻ നല്ലോണം ഗ്ലോ ആക്കി വെക്കാനും പ്ലംബി ആയിട്ട് വെക്കാനും ഒരു ഈവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒറ്റ ടൈം യൂസ് ചെയ്ത് തരാൻ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാൽ മെയിനായിട്ട് നമ്മൾ 3 സ്റ്റെപ്പിലൂടെയാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ്, സെക്കൻഡ് വന്നിട്ട് സ്ക്രബിങ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു പാക്ക് ആണ്. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ഈ 3 സ്റ്റെപ്പും അതേ കണക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫൈനൽ റിസൾട്ട് നല്ലോണം കിട്ടുള്ളൂ. ക്ലെൻസിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും എക്സ്ട്രാ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ആയി പോയാനും ഫേഷ്യലിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് നല്ലോണം സെറ്റായി നിൽക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്ക്രബിങ് വന്നിട്ട് നമ്മുടെ ഫേസിലാണ് ഈ മൂക്കിൻ്റെ 2 സൈഡിലായിട്ട് വരുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോകാൻ നല്ലോണം യൂസ്ഫുൾ ആവുന്നതാണ്. ലാസ്റ്റ് വൺ പാക്ക്. ആ പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേഷ്യൽ ഫുൾ സെറ്റായിട്ട് കിട്ടും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ്ങിലേക്ക് പോവാം. ക്ലെൻസിങ്ങിന് വേണ്ടി ഇതേ കണക്കൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പശുവും പാലില്ല, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന പച്ചപ്പാലാണ് കേട്ടോ. പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. കോഫി പൗഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഭയങ്കര തരിതരിപ്പുള്ള കോഫി പൗഡർ ക്ലെൻസിങ്ങിന് വേണ്ടി എടുക്കാൻ നിൽക്കല്. ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ, ബ്രൂവ്, നെസ്കഫെ അങ്ങനത്തെ ഓരോ ബ്രാൻഡ്സ് ഒക്കെ ഇല്ല, അതിൻ്റെ കോഫി പൗഡർ എടുക്കുക. അത് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മറ്റേ ചായയുടെയും കോഫിയുടെ ഒക്കെ കളർ വരത്തില്ല, ആ ഒരു രീതിയിൽ കിട്ടും. നല്ല വെള്ളം പോലെ എടുത്തോട്ടെ എന്ന് വെച്ചാൽ ഭയങ്കര വെള്ളമാവാൻ നിൽക്കല്, ചെറിയൊരു തിക്നെസ്സും വേണം. അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ ക്ലെൻസിങ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാനേ നിൽക്കല്ല. ഫേഷ്യലിന് മുന്നേ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഫേസ് അത്യാവശ്യം നല്ലോണം പൊടിയൊക്കെ അടിക്കും, നമ്മുടെ പോർസിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ കയറിയിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പോർസിൻ്റെ ഉള്ളിലിരിക്കുന്ന അഴുക്കുകളൊക്കെ പോകാനും ആ അഴുക്കുകൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് പിന്നീട് അത് പിമ്പിൾസ് ആയിട്ട് വരാനും നമ്മുടെ ഫേസ് ഭയങ്കര ഫേസിൻ്റെ ഹെൽത്തും മീൻസ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ നല്ലോണം കുറയ്ക്കാനും ഒക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ക്ലെൻസിങ് സ്റ്റെപ്പ് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും ട്രൈ ചെയ്താൽ അത്രയും റിസൾട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടും. കാരണം നമ്മുടെ പോർസിലൊന്നും അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇരിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ഇതിലെടുത്തേക്കുന്ന പാലും കോഫി പൗഡറുമാണ്. എൻ്റെ സ്കിൻ വന്നിട്ട് ഒരു നോർമൽ സ്കിൻ ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ പാലും കോഫി പൗഡറും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാലും കോഫി പൗഡർ യൂസ് ചെയ്യാം. അതല്ല ഭയങ്കര ഓയിലി ടൈപ്പ് സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കോഫി പൗഡറും മിക്സ് ചെയ്ത് നമുക്ക് ക്ലെൻസിങ്ങും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ ഒരു പാലും കോഫി പൗഡറും വന്നിട്ട് ക്ലെൻസിങ് മാത്രമല്ല കേട്ടോ, നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ആ ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ മുകളിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നമുക്ക് നല്ലോണം ഒന്ന് മസാജ് ചെയ്യാം. മസാജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ മസാജ് ചെയ്യല്ലോ, നമുക്ക് സാഗിങ്ങും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസും അഴുക്കുകളൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം ഗ്ലോ ആകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ലോണം ഗ്ലോ വരാനും നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ സ്ക്രബ്. സ്ക്രബിന് വേണ്ടി അവിടെ എടുക്കുന്നത് കുറച്ച് പാലും നമ്മുടെ തേയിലപ്പൊടിയാണ്. എൻ്റെ കയ്യിൽ നല്ല തരിതരിപ്പുള്ള കോഫി പൗഡർ ഇല്ല, സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്നത് തേയിലപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കുക. അത്യാവശ്യം തരിതരിപ്പുള്ള നമുക്ക് ഇൻസ്റ്റൻ്റ് അല്ല മറ്റേ ടൈപ്പില്ലേ, അതെടുക്കാൻ നോക്കട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ആക്കി നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ഒന്ന് സ്ക്രബും കൂടെ. അത് എക്സ്ട്രാ ഒരു പാത്രത്തിലേക്കൊന്നും എടുക്കാൻ നിന്നില്ല. എൻ്റെ കയ്യിൽ തന്നെ കുറച്ച് പാലെടുത്ത് അതിലേക്ക് തന്നെ നമ്മുടെ തേയിലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തരിതരിപ്പുള്ള കോഫി പൗഡർ അല്ലെങ്കിൽ തേയിലപ്പൊടി എടുക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഈ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഈ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം സ്ക്രബ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് ഫേസ് വെള്ളം
വെള്ളം വെച്ച് നല്ലോണം വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈക്രോഫൈബർ ടവലോ വെച്ചൊന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ നല്ലതാണ്. അല്ലാണ്ട് ഒരിക്കലും ക്ലെൻസിങ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ഫേസിലേക്ക് അഴുക്കിയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് അങ്ങനെയാണ് റിസൾട്ടും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അമർത്തി മസാജ് ചെയ്താലും നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ 2 സൈഡിൽ നമ്മുടെ താടിയിൽ ആ പോർഷനൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരിക്കലും ഈ സ്ക്രബിങ് എല്ലാ ദിവസവും ട്രൈ ചെയ്യാൻ നിൽക്കുകയേ ചെയ്യില്ല. എല്ലാ ദിവസവും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ ഭയങ്കര സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ അത് ഇറിറ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ടോ. സോ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ക്ലെൻസിങ്ങും പാക്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രൈ ചെയ്യാം. പക്ഷേ സ്ക്രബിങ് എല്ലാ ദിവസവും ട്രൈ ചെയ്യില്ല കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പായ സ്ക്രബിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലോണം പോകാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലോണം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസം കൊണ്ട് ഓരോ ഓട്ടവും തിരക്കും ഒക്കെ ആയതുകൊണ്ട് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാനും പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പോകാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ പാക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ കണക്കൊരു പാത്രം എടുക്കുക. അതിലേക്ക് വീണ്ടും നമ്മുടെ കുറച്ച് പശുവും പാൽ, നമ്മുടെ പച്ചപ്പാലില്ലേ, അതൊരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ മാത്രമാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് നെക്കിൽ, കയ്യിൽ, കാലിൽ, ബാക്ക് നെക്കിലൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ഉലുവാപ്പൊടി എടുക്കുക. ഞാൻ ഇവിടെ പൊടിച്ച പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലെങ്കിൽ തലേ ദിവസം തന്നെ കുറച്ച് പാലെടുക്കുക. അതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കുതിരാൻ വെക്കുക. കുതിരാൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്തത് മിക്സിക്കകത്തിട്ട് അടിച്ച് അങ്ങനെ എടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വേണ്ടുന്നത് കോഫി പൗഡറാണ്. പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും കോഫി പൗഡർ എടുക്കുമ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാൻ നോക്കുക. നമുക്ക് 2 രൂപയ്ക്കൊക്കെ ബ്രൂവിൻ്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ കിട്ടും. അപ്പോൾ അതെടുത്ത് ജസ്റ്റ് വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഞ്ഞലായി പോകത്തില്ല കേട്ടോ. അപ്പോൾ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത വേണ്ടുന്നത് കുറച്ച് മഞ്ഞളാണ്. ഈ മഞ്ഞൾ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള കോമൺ ഡൗട്ടാണ്, നമ്മൾ അടുക്കളയിൽ ഫുഡിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കുന്ന മഞ്ഞൾ എടുക്കാൻ പോകുന്നത്. ആ മഞ്ഞൾ എടുക്കാം, പക്ഷെ അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളാണെങ്കിൽ മാത്രമേ അത് എടുക്കാവൂ. അല്ലാണ്ട് ഓരോ ബ്രാൻഡ്സിൻ്റെ ഒക്കെ മഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങത്തില്ല. അങ്ങനത്തെ മഞ്ഞൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ഫേസിൽ ഇടുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേറ്റഡും നമ്മുടെ സ്കിൻ അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച് മഞ്ഞൾ എടുക്കാം. അതില്ലെങ്കിൽ നമുക്ക് ആഡ്സ് ഗുഡ്നസ് അങ്ങനത്തെ ഓരോ ബ്രാൻഡിൻ്റെയൊക്കെ മഞ്ഞൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അതെടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ അങ്ങാടിക്കടയിൽ ചെന്നാൽ മതി, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞൾ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആവുക. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇത് ഭയങ്കര ഒരു ലൂസായിട്ടും ഒരു വെള്ളം പോലെ ഇരിക്കും. പക്ഷെ കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യാവും. അങ്ങനെ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഉലുവ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം കുതിർന്നങ്ങ് കയറും. കുതിർന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് പാക്ക് കറക്റ്റ് ഒരു രീതിയിൽ കിട്ടും. ഭയങ്കരമായിട്ടങ്ങ് കുതിർന്ന് ഭയങ്കര കട്ടിക്കിരിക്കുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി. 5 മിനിറ്റ്സ് ഒന്നും വേണ്ട, ഒരു 3 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഐബ്രോസിൻ്റെ പോർഷനിലേക്ക് ഭയങ്കരമായിട്ടങ്ങ് പറ്റാൻ പോകണ്ട. ഞാനിത് ഫോണിൽ നോക്കി അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ മഞ്ഞപ്പൊടി എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഐബ്രോസിലോട്ടും പുരട്ടെ നല്ലതാണ് കേട്ടോ. ഈ ഉലുവാപ്പൊടി, കോഫി പൗഡർ, പാലൊക്കെ നമ്മുടെ ഐബ്രോ ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ബോയ്സ് മഞ്ഞപ്പൊടി എടുക്കണമെന്നില്ല. ബോയ്സ് ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റിൻ്റെ പൾപ്പും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി. എക്സ്ട്രാ കുറേ നേരം ഒന്നും വെക്കൽ. കുറേ നേരം വെച്ച് കഴിയുമ്പോൾ അത് കുറച്ചിരുന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് അത് ഒട്ടും നല്ലതല്ല. എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യാം, നെക്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിലെടുത്തേക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ സ്കിൻ ഹെൽത്ത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ്സ് ചെയ്യുമ്പം ഞാൻ ഇത് റിമൂവ് ചെയ്യാൻ പോകുന്നു. റിമൂവ് ചെയ്യുമ്പോൾ ലൈവ് റിസൾട്ടാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആക്കാനും നല്ലോണം വൈറ്റനിങ് ആക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിക്കുവാണ്. അപ്പോൾ ഇതിലെടുത്തേക്കുന്ന ഫെനിഗ്രീക്ക് മീൻസ് നമ്മുടെ ഉലുവ നമ്മുടെ സ്കിൻ നല്ലോണം ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും നമ്മുടെ പോർസൊക്കെ നല്ലോണം മിനിമൈസ് ചെയ്യാനും സൺടാന് നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. ഞാൻ ഈ മഞ്ഞപ്പൊടി എടുത്തില്ലേ, മഞ്ഞപ്പൊടി മാറ്റി വെച്ചിട്ട് ബാക്കി ഈ പാലും ഉലുവയും കോഫി പൗഡറും മിക്സാക്കി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയർ നല്ലോണം സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് എടുക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലെടുത്ത് നമ്മുടെ തലയിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഇതാണ് റിസൾട്ട് വന്നിട്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഒരിക്കലും നിങ്ങൾ ഇതേ കണക്കുള്ള ഫേസ് പാക്ക് ഫേഷ്യലും കാര്യങ്ങളും ഡെയിലൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് വെയിലത്ത് ഇറങ്ങാൻ പോവല്ലേ, നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടും. സോ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് നൈറ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. അതിനുശേഷം മസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന പോൺസിൻ്റെ ആണ്. നിങ്ങൾക്ക് ഏതോ ഉള്ളതെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഫുൾ വാഷ് ചെയ്തിട്ട് വരാം.
അപ്പോൾ നമ്മൾ ഫേസ് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ടും കാര്യങ്ങളാണ് കിട്ടുന്നത്. നമ്മുടെ ഫേസിലുള്ള പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനും ഒരു ഈവൻ സ്കിൻ ടോൺ തരാനും സൺടാനൊക്കെ പോകാൻ വേണ്ടിയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അത് കമൻറ്റിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഡിയേഴ്സ്, ടാറ്റാ.